അപ്പോൾ നമുക്കിന്ന് ഒരു ഫെസ്റ്റിന് പോകാം. ഇവിടെ അയർലൻഡിൽ ക്ലോൺമെൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നൊരു ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം നമ്മുടെ മലയാളികൾ മാത്രമല്ല ഇവിടെ ഉള്ളവരും കൂടുന്ന ഒരു ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങളങ്ങനെ റെഡിയായി രാവിലെ ആ ഫെസ്റ്റിലോട്ട് പോവുകയാണ്. ഇതിയമ്മ ഇന്ന് ഉറക്കമാണ്, അതുകൊണ്ട് ഡ്രൈവിങ്ങിനും യാത്രയിലും ഒന്നും വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ അല്ല കേട്ടോ, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്നൊരു 15 മിനിറ്റ്സ് യാത്രയുണ്ട് ടിപ്പററിയിൽ ക്ലോൺമെൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അങ്ങനെ ആ ക്ലോൺമെല്ലിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ പള്ളികളും കുഞ്ഞു കുഞ്ഞു വീടുകളും നല്ല മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും എല്ലാം കണ്ടു കേട്ടോ. അങ്ങനെ ഒരു 50 മിനിറ്റിന് ശേഷം ഞങ്ങൾ ക്ലോൺമെല്ലിൽ ആ ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ അവിടെ എത്തി. അങ്ങനെ പാർക്കിംഗ് ഏരിയയിലോട്ടൊക്കെ കയറി കാറൊക്കെ പാർക്ക് ചെയ്തു. അവിടെ ഇഷ്ടം പോലെ സ്റ്റോളുകളുണ്ടായിരുന്നു, ഫുഡുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഇടങ്ങളുണ്ടായിരുന്നു, പിന്നെന്താ ഡ്രസ്സിൻ്റെ സ്റ്റോളുണ്ടായിരുന്നു. അതിനിടയ്ക്ക് കുറേ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഫുട്ബോൾ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ വടംവലി, തഗ് ഓഫ് വാർ ഉണ്ടായിരുന്നു. അതിനൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു കണ്ടു നിൽക്കാനൊക്കെ. ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഫേസ് പെയിൻറ്റിങ്ങും കുഞ്ഞുങ്ങളുടെ ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മീഗൾ മോൾ പെട്ടെന്ന് പോയി. മീഗൾ മോളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ മീഗൾ മോൾ പോയി ഫേസ് പെയിൻറ്റിങ് ഒക്കെ ചെയ്തു. പിന്നെ ടോയ് ഷോപ്പിലൊക്കെ കയറി. പിന്നെ അപ്പോഴത്തേക്ക് പുതിയ മോൾ ഓക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് ക്ലൗഡി ആയിരുന്നു വെതർ, എന്നാലും മഴയൊന്നും അങ്ങനെ അധികം പെയ്തില്ല. പിന്നെ മീഗൾ മോൾ കുറേ റൈഡ്സിലൊക്കെ കയറി കേട്ടോ. വിദ്യ മോൾ മീഗൾ മോളെ ചേച്ചിയെ നോക്കിയെല്ലാം പിന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ മീഗൾ മോൾ ഒരുപാട് റൈഡ്സിൽ കയറി. അവൾ ഫുൾ ഹാപ്പിയായിരുന്നു, ഫുൾ എൻജോയ് ചെയ്തു. അവിടെ ബൗൺസി കാസിലും ഇതുപോലെ റൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇവിടുത്തെ കുറേ നിൽക്കുന്ന പൊക്കമുള്ള സ്ത്രീയെ കണ്ടോ, അവരുടെ അടുത്തൊക്കെ പോയി കുറേ നേരം നിൽക്കുകയും പിന്നെ ഇതെല്ലാം കുറേ ടോയ്സും അതും ഇതൊക്കെ മീകൾ നടന്ന് കണ്ടു. അവിടെ പിന്നെ തിരുവാതിര കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, ഒപ്പന ഉണ്ടായിരുന്നു, പിന്നെ അത് നമ്മുടെ മ്യൂസിക് ബാൻഡ്സിൻ്റെ ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഞങ്ങൾ ഫുള്ളൊന്നും നിന്നില്ല കേട്ടോ, എന്നാലും കുറച്ചൊക്കെ കണ്ട്. പിന്നെ സൗണ്ടൊക്കെ കൂടുതലായിരുന്നതുകൊണ്ട് ദിവ്യാമോൾ കുറച്ചൊരു നിർബന്ധം പോലെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ ആസ്വദിച്ചു. മീഗൾ മോളെയും കൊണ്ട് ഫുൾ എൻജോയ് ചെയ്ത് മീഗൾ മോൾ തന്നെ ആയിരുന്നു കേട്ടോ. ഫുള്ള് കളിയും ചിരിയും പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. മീഗൾ മോളുടെ ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം നമ്മുടെ സ്വന്തം കലയായ കഥകളി ഉണ്ടായിരുന്നു. അങ്ങനെ കഥകളിയും കണ്ട് ആസ്വദിച്ചു. നമ്മൾ മലയാളികൾ മാത്രമായിരുന്നില്ല കേട്ടോ, അവിടെ കുറേ ഐറിഷുകാരും പിന്നെ നമ്മുടെ ഇന്ത്യൻസായ കുറേ പേരും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ ഇവിടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ മോഡലിലുള്ള വിൻറ്റേജ് കാറുകളും ബൈക്കുകളും എല്ലാം അവിടെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അതിനിടയ്ക്ക് മീഗൾ മോളുടെ ഫേവറേറ്റ് ഐസ്ക്രീം വോൺസ് ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഐസ്ക്രീം കഴിച്ചു, ജ്യൂസ് കഴിച്ചു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ട് ക്ഷീണിച്ച് അവസാനം കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ബീഫും ചക്കയും പോർക്കും ബിരിയാണിയും എല്ലാം ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വാട്ടർഫോളിലോട്ട് തിരിച്ചു വന്നു. നല്ലൊരു ദിവസമായിരുന്നു.